ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ പെട്ടെന്ന് ചില സാഹചര്യങ്ങൾ കൊണ്ട് ജോലി മതിയാക്കി വീട്ടിലിരിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് വലിയ ധൈര്യം വേണം. മാനസികമായിട്ടുള്ള വലിയൊരു ധൈര്യം തന്നെ വേണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അത്രയും കാലം ജോലി ചെയ്ത് നമ്മളുടെ ചുറ്റിനും ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ കാണുന്നില്ല, സംസാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഒരു ഹോളാണ് ഉണ്ടാകുന്നത്, ഒരു ശൂന്യതയാണ് അവിടെ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾക്ക് ഡിപ്രഷൻ പോലെയുള്ള അല്ലെങ്കിൽ ആങ്സൈറ്റി പോലെയുള്ള ഡിസോർഡേഴ്സ് ഉണ്ടാവാൻ എളുപ്പവുമാണ്. അപ്പം എനിക്കും ഇതൊന്നും പരിചയമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഞാനിപ്പോൾ വീട്ടുകാര്യങ്ങൾ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യുന്നു. എന്നാലും വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ പറയുന്ന ടെൻഷനൊക്കെ എനിക്കും ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട്, അതായത് ഹസ്ബൻഡും മോനും പോയി കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന സമയം കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമൊക്കെ ആയി. പക്ഷേ ഇപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നു. വീഡിയോസ് എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു. ഇത് കാരണം എനിക്ക് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എഡിറ്റിങ്ങോ വീഡിയോ എടുക്കലോ ഇതൊന്നും എനിക്കറിയില്ലാത്ത കാര്യങ്ങളായിരുന്നു. അപ്പം ഞാനിപ്പോൾ അതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് തന്നെ ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ടെക്നോളജിക്കലി ഞാൻ അത്രയ്ക്കും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾ ഒന്നുമല്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇൻഷോട്ട് പോലെയുള്ള ആപ്സിൽ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇൻഫിനിറ്റ് പെയിൻറ്റർ പോലെയുള്ള ആപ്പ് യൂസ് ചെയ്ത് എനിക്ക് എഴുതാൻ പറ്റുന്നു. ഇതൊക്കെ ടെക്നോളജിക്കലി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. സോ ആ ഒരു 5 hours എന്ന് പറയുന്നത് ഞാൻ ആ രീതിയിലാണ് ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ 166 സബ്സ്ക്രൈബേഴ്സാണ് ആയിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള ഒരുപാട് മിസ്റ്റേക്സുള്ള ഒരു രീതിയിലും ക്ലാരിറ്റി ഇല്ലാത്ത വീഡിയോസിന് ഇങ്ങനെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് താങ്ക്സ്. ഇനിയും കുറേ കാര്യങ്ങൾ പഠിക്കാനിരിക്കുന്നു.